ഹായ് ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ സോഷ്യൽ ആങ്സൈറ്റിയോട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എന്താണ് എന്ന് പറയുന്നത്. ഞാൻ കുറേ ബ്രോഡ്കാസ്റ്റുകൾ യൂട്യൂബിൽ കേൾക്കും. അതുപോലെ തന്നെ ജീവചരിത്രങ്ങൾ, അതായത് നല്ല ഹാർഡ് വർക്കിലൂടെ ഉയർന്നു വന്ന വ്യക്തികളുടെ ജീവചരിത്രങ്ങൾ ഇതിൽ കേൾക്കും. കുക്ക് എഫ് എമ്മിലൂടെ കേൾക്കും നമ്മൾ. അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് പിന്നെ അതുപോലെ തന്നെ എവറസ്റ്റ് കയറിയ വ്യക്തികൾ, എനിക്ക് വല്ലയിടത്തേക്കൊക്കെ നടന്നു പോകാനൊക്കെ ഭയങ്കര ഭയമായിരുന്നേ. തല കറങ്ങും, നെഞ്ചിന് പോടും, അങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, പിന്നെ ഞാൻ എൻ്റെ എനർജി ഒക്കെ ഡൗണായി പോകും പെട്ടെന്ന് തന്നെ. നമ്മൾ അറിയില്ല, ഉള്ളിൽ നിന്ന് പെട്ടെന്ന് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണത്. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുക. കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ, നെഞ്ചിടിപ്പ് കൂടുക, എനർജി ലോ ആയി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് വരാം. അപ്പോൾ ഞാനെന്ത് ചെയ്യുക വെച്ചാൽ, എവറസ്റ്റ് കയറുന്നവരുടെ സ്റ്റോറീസ്, ഇപ്പോൾ ലേഡീസിൻ്റെ, മെയിനായിട്ട് ലേഡീസിൻ്റെ, അതുപോലെ തന്നെ ഞാൻ വരുന്നത്, അതുപോലെ തന്നെ ലേഡീസിൻ്റെ എവറസ്റ്റ് കയറുന്ന സ്റ്റോറീസ്, അതുപോലെ തന്നെ വിജയിച്ചവരുടെ ജീവചരിത്രങ്ങൾ, അതൊക്കെ ഞാൻ കേൾക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും. അങ്ങനെ ഞാൻ പുറത്തിറങ്ങും. എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇത് ചെയ്തിരിക്കും എന്നൊരു കാര്യം മനസ്സിൽ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങും. കാരണം എവറസ്റ്റിലേക്കൊക്കെ പോയിട്ട് ഒരു വ്യക്തിയുടെ ഒരു 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 വുമൺ പറയുണ്ടായി, ഒരു 15 മിനിറ്റ് അത് എന്നെ സഫർ ചെയ്തുകൊണ്ട്, ആ 15 മിനിറ്റ് സഫർ ചെയ്ത കാരണം എവറസ്റ്റിൻ്റെ പീക്കിലെത്താൻ കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ അത്രയും സഫർ ചെയ്തിട്ട് അവരുടെ മുകളിലേക്ക് പോയി. ഇപ്പോൾ എനിക്കാണ് ജസ്റ്റ് ഒന്ന് നടക്കാനുള്ള ആ ഉള്ളിലെ ഭയത്തിന് നമ്മൾ തന്നെ അങ്ങ് അത് അടിച്ചമർത്തന്നെ വേണം, അല്ലാതെ നമുക്ക് പറ്റില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ അത് ഒരു ജീവചരിത്രങ്ങൾ കേൾക്കും. ജീവചരിത്രം തന്നെ വല്ല ഹാർഡ് വർക്കിലൂടെ വിജയിച്ചു വന്ന വ്യക്തികളുടെ ജീവചരിത്രം കേൾക്കും. ഇത് ഞാൻ കേട്ടിട്ടുള്ള ജീവചരിത്രം മെർലിൻ മൺറോയുടെയാണ്. വെച്ചാൽ ഒരു ഫിലിം സ്റ്റാർ ആവാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളും മാത്രമല്ല, എല്ലാ സ്ത്രീകളാണ് മെയിനായിട്ട് കേൾക്കുന്നത്. പുരുഷന്മാർക്കും കേൾക്കാൻ പറ്റുന്ന നല്ല ബുക്കാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകളും കേൾക്കേണ്ട ഒരു ബുക്ക് തന്നെയാണ് മെർലിൻ മൺറോയുടെ ജീവചരിത്രം. എന്നുവെച്ചാൽ 62 വയസ്സിലും അല്ല 1962 മരിച്ചു പോയെങ്കിലും ഇപ്പോഴും മെർലിൻ മൺറോ എന്ന് പറഞ്ഞ ആ പേര് എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അതൊരു സ്റ്റാറാവാൻ വേണ്ടിയിട്ട് മെർലിൻ കടന്നു വന്ന ഒരുപാട് വഴികളുണ്ട്. ജീവിതത്തിൽ അനാഥത്വം അനുഭവിച്ച് കടന്നു വന്ന ആ വഴികളുണ്ട്. സ്റ്റാറായി മതിയാവും എന്ന ആ തീവ്ര ആഗ്രഹത്തിൽ ഒരു സ്റ്റാറായി മാറിയ ആളാണ്. എന്നുവെച്ചാൽ നക്ഷത്രമായി തിളങ്ങുക എന്നത് എൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞ് ഉയർന്നു വന്ന ഒരു ഹീറോയിനാണ് മെർലിൻ. പക്ഷേ വളരെ നമുക്ക് വളരെ നമുക്ക് ആ വ്യക്തിത്വത്തിന് ഒരു പ്രത്യേക ഇഷ്ടം തോന്നുന്നതാണ്. നമുക്ക് പുറത്തൊക്കെ കേൾക്കുന്നതൊന്നല്ല, ശരിയാണ്. ആ ജീവചരിത്രം വായിക്കുമ്പോൾ, എൻ്റെ കഥ എന്ന് പറഞ്ഞ മെർലിൻ എഴുതിയിട്ടുള്ള ആ ജീവചരിത്രം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു എത്രയും ഇതിൽ കൂടിയാണ് ഒരു അനാഥത്വത്തിലിരിക്കുന്ന ഒരു പുരുഷൻ ഉയർന്ന് മുകളിലേക്ക് വരണമെങ്കിൽ എടുക്കുന്ന സ്ട്രഗിളിൻ്റെ 10 ഇരട്ടി സ്ട്രഗിൾ എടുത്താൽ മാത്രമാണ് ഒരു സ്ത്രീക്ക് ഉയർന്നെത്താൻ കഴിയും. അത് മെർലിൻ്റെ കഥയിൽ വായിക്കും. മെർലിൻ അത്രയ്ക്കും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു സ്റ്റാറായി മാറിയിരിക്കുന്നത്, ഒടുവിൽ ഒരു സ്റ്റാറായി മാറിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്ട്രഗിളുകൾ എടുക്കാൻ തയ്യാറാവണം. അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് വന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഡൗൺസ് വന്നിട്ടുണ്ട്. ഡൗൺസ് എന്ന് പറഞ്ഞാൽ സീറോയിൽ നിന്ന് മൈനസിൽ എൻ്റെ താഴേക്ക് വരെ വന്നിട്ടുള്ളതാണ്. പക്ഷേ അത് എനിക്ക് ഉയർന്നേ പറ്റും. മറ്റൊരു സ്ത്രീകളാണ് വെച്ചാൽ ഇത്രയെങ്കിലും ഉയർന്നെത്തില്ല. ഉയർന്നിട്ടൊന്നുമില്ല, ഒരു സീറോയിലേക്കെങ്കിലും മൈനസിൽ നിന്ന് എത്തി എന്നുള്ളത് പറയാം. അപ്പോൾ അതിനേക്കാളും കൂടി അതും എനിക്കൊരു മെൻ്റലായിട്ടൊരു അസുഖം കൂടി വന്ന നിലയ്ക്കാണ് ഫൈനാൻഷ്യലി മെൻ്റലി ഒക്കെ ആയിട്ട് ഡൗണിലേക്ക് പോയത്. പിന്നെ അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പിന്നെ എൻ്റെ ബിസിനസ്, പിന്നെ എൻ്റെ വർക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. ഓക്കെ, അടുത്ത ദിവസമാവട്ടെ. ഓക്കെ.